കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിന് ഇരയായെന്ന് യുവതി മൊഴി നൽകി. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പേരന്റ്സ് അറിഞ്ഞിട്ടില്ല. പേരന്റ്സിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റും. വിവരങ്ങളുമായി വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഈ പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന പരാതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പീഡിപ്പിച്ചത് ആരാണ് എന്നത് അടക്കം കണ്ടെത്തേണ്ടതല്ലേ? എന്താണ് നിലവിൽ പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം ഉടനടി ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പെൺകുട്ടിക്ക് ചില മെഡിക്കൽ സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അക്കാര്യങ്ങളിലെല്ലാം പോലീസ് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സഹായങ്ങളൊക്കെ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പനമ്പള്ളി നഗറിലെ ആ ഫ്ളാറ്റിന് സമീപം ഉള്ള റോഡിൽ ഒരു നവജാത ശിശുവിന്റെ ഒരു മൃതദേഹം, അതൊരു ആമസോണിന്റെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ആരെങ്കിലും അത് ഉപേക്ഷിച്ചതാകാം എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നടത്തിയ ആ പരിശോധനകളിലാണ് സമീപം നിന്ന് ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ഈ ഫ്ളാറ്റിൽ നിന്ന് ഈ മൃതദേഹം, ഈ കുഞ്ഞിന്റെ പൊതിഞ്ഞുകൊണ്ട് ആ മൃതദേഹം പുറത്തേക്ക് എറിയുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ പോലീസിന് ലഭ്യമാവുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ കുഞ്ഞിന്റെ മാതാവിലേക്കും ആ കുടുംബത്തിലേക്കുമൊക്കെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ മാതാവ് ഈ കൊലപാതകം നടത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ ഒരു അതിജീവിതയാണെന്ന വിവരമാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്നത്. താൻ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നും അവർ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഈ പറയുന്ന സംശയങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ മറ്റാർക്കെങ്കിലും അറിവുണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ചില ആശാ വർക്കേഴ്സിനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ അവർ താമസിക്കുന്ന ആ ഇടത്ത് ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അപ്പോൾ വളരെ വ്യക്തമായി തന്നെ അറിയാം ഇവർ ഈ ക്യാരിങ് ആയതുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാരും അറിയാതെ അത് സൂക്ഷിച്ചു, അത് അവർ രഹസ്യമാക്കി തന്നെ വെച്ചു എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും 2 മണിക്കൂറിനുള്ളിലാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് വളരെ വേഗം എത്താൻ കഴിഞ്ഞു എന്നുകൂടി പറയേണ്ടി വരും. ഈ ആമസോണിലെ അഡ്രസ്സ് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം. പിന്നാലെ തന്നെ കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വളരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുഞ്ഞിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ഈ കുഞ്ഞ് ചാപിള്ളയായിരുന്നോ അതോ കുഞ്ഞിന്റെ മൃതദേഹത്തിൽ കഴുത്തിലൊരു തുണി ചുറ്റിയതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴുത്തിൽ തുണി ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഉപേക്ഷിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുക. പ്രവിത. വിനീത, ഇതിൽ മാതാപിതാക്കളുടെ പങ്ക് പോലീസ് തള്ളിക്കളയുകയാണോ? ഈ കാര്യത്തിൽ പെൺകുട്ടിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? തീർച്ചയായും പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പെൺകുട്ടി പറഞ്ഞത് താനൊരു അതിജീവിതയാണെന്നാണ് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഇതിനു മുൻപ് പീഡനത്തിനിരയായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതെന്നും പോലീസ് പറയുന്നുണ്ട്. കാരണം ഇവർ ഈ കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. ഇവർക്ക് ഇത്തരത്തിലേക്കൊരു ദുരനുഭവം ഉണ്ടായ കാര്യവും, അതായത് ഇവർ പീഡനത്തിനിരയായി
ശരിയായ കാര്യം. പിന്നീട് ഈ കാരിങ് ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി മാതാപിതാക്കളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിലവിൽ ഇവരെ അവിടെ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴിയും അവർ താമസിക്കുന്ന അവരുടെ സമീപമുള്ള ആളുകളുടെ ഒക്കെ മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രവിത, വിനീത, ഈ പെൺകുട്ടിയുടെ മാത്രം അറസ്റ്റ് അല്ലേ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഇല്ല പ്രവിത, നിലവിൽ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് അറിവില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ വിവരങ്ങളൊക്കെ പെൺകുട്ടി രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി പെൺകുട്ടിക്ക് ഒരു പക്ഷേ പെൺകുട്ടിക്ക് മെഡിക്കൽ സഹായം നൽകും. അതിനുശേഷം പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. എങ്കിൽ മാത്രമേ ഈ മാതാപിതാക്കൾക്ക് ഇനി ഇതിലേതെങ്കിലും തരത്തിൽ പങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് എത്തും. അതിനു വേണ്ടിയിട്ട് ആദ്യമായി ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെങ്കിൽ എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളിലേക്കോ പോലീസ് എത്തുക. പിന്നെ അതോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ഇനി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടമാണ്. ഈ കുഞ്ഞിന്റെ മൃതശരീരം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എപ്പോഴാകും പോസ്റ്റ്മോർട്ടം? അതിനെ തുടർന്നുള്ള നടപടികളൊക്കെ എങ്ങനെയാകും? പ്രവിധ, അല്പസമയത്തിനകം തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവിടെ ഫോറൻസിക് ഒക്കെ എത്തി, ഡോക്ടർമാരെത്തി കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില സംശയങ്ങൾ പോലീസിനുമുണ്ട്. അക്കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. കാരണം ഈ നടു റോഡിൽ കിടന്ന കുഞ്ഞിന്റെ മൃതദേഹത്തിൽ കഴുത്തിൽ ഒരു ഷാൾ ഇങ്ങനെ കുരുക്കി കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഷോൾ ഉപയോഗിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ മൃതദേഹം പുറത്തേക്ക് എറിഞ്ഞതാണോ അല്ല എങ്കിൽ ഇത്തരത്തിലേക്ക് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായി മരിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ തുണി പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞതാണോ? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ അത് പോലീസിനുമുണ്ട്. ഒപ്പം തന്നെ കൊലപ്പെടുത്തിയതാണോ, ഇങ്ങനെ എറിഞ്ഞ ആഘാതത്തിൽ ആ കുഞ്ഞ് അങ്ങനെ മരിച്ചതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അതിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. പ്രവിധ, ശരി, വിനീത വിജിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പീഡനത്തിനിരയായി എന്നാണ് യുവതി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് വിനീത വിജി നൽകുന്ന വിവരം.